ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ എനർജി ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, നിങ്ങൾക്ക് അവരുടെ തോട്ട്സ് എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട് തോട്ട്സ് എന്താണ്, സിറ്റുവേഷൻ. ഓക്കെ, ഇതാണ് നമ്മളിന്ന് നോക്കുന്നത്. സോ ഒന്ന് പൈൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഞാനിവിടെ 2 ബോൾസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1, ഇത് ഗ്രൂപ്പ് നമ്പർ 2, ഇത് 1, ഇത് 2. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അട്രാക്റ്റ് തോന്നുന്ന ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഓഫറാണ്, 10 days ആണ്. ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. സെലക്ട് ചെയ്യുന്നതിന് മുൻപ് ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക, എന്നിട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സബ് ചെയ്യുക ഓർ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞത് ഇതാണ്. സോ നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ എനർജിയാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. എന്താണ് നിങ്ങളുടെ എനർജി? ഫയർ ഫൗണ്ടേഷൻ ആണ് വന്നത്. ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഒറാക്കിൾ കാർഡും കൂടി എടുക്കുകയാണ്. നിങ്ങളുടെ എനർജി എന്താണ്? ഹോപ്പാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്നുള്ളത് നോക്കാം. തേർഡ് ഐ ചക്ര വന്നിട്ടുണ്ട്. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി എടുക്കുകയാണ്. ലവ് ബിഗിനിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ എനർജി ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നമ്മളിവിടെ എടുത്തത്. ബോട്ടം ഓഫ് ദ ഡെക്ക്, ബേസ് ചക്ര, ക്രൗൺ ചക്ര, വിക്ടറി ആൻഡ് സക്സസ്. ഓക്കെ, അപ്പം നിങ്ങളുടെ എനർജി ഇവിടെ കാണുന്ന സമയത്ത് ഫയർ ഫൗണ്ടേഷനാണ് ഫസ്റ്റ് വന്നിട്ടുള്ള കാർഡ്. സോ നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ടും പവർഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനർത്ഥം. അതായത് നിങ്ങൾ ഭയങ്കര സ്ട്രെങ്ത് ആർജിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോൾ ഭയങ്കര ബോൾഡ് ആയിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഹോപ്പ് വെക്കുകയാണ് റിലേഷൻഷിപ്പിൽ. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒതുങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പലതിനെയും മനസ്സിലാക്കി നിങ്ങൾ ഭയങ്കരമായിട്ടും സ്ട്രോങ് ആയിട്ടുണ്ടാകും, ഇമോഷണലി സ്ട്രോങ് ആയിട്ടുണ്ടാകും. കാര്യങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട്, അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുണ്ടാകും. പക്ഷെ എന്നാലും നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ഹോപ്പ്, ഓക്കെ, അതായത് ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഹോപ്പ് ചെയ്യാണ്, പ്രതീക്ഷ കൊടുക്കുകയാണ്. ഓക്കെ, വളരെ നല്ല കാര്യമാണത്. ഒരു സെൽഫ് ഹീലിംഗ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണിച്ചു തരുന്നത്. നിങ്ങളിപ്പം ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഇൻവോൾവ് ആയിക്കൊണ്ട്, അതായത് അവരെ വിട്ട് കളഞ്ഞിട്ടില്ല, നിങ്ങളുടെ പേഴ്സണെ വിട്ട് കളഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു റീഡിംഗ് വരിക കേട്ടോ. കാരണം ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണിത്. നിങ്ങളുടെ ആ ഒരു ഹോപ്പ്, നിങ്ങളുടെ ഹീലിംഗ്, നിങ്ങൾക്കുള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻസ് എല്ലാം ഹീലിംഗ് നടക്കാൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് നടക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് മെത്തേഡാണ് ഈ ലെറ്റ് ഗോ എന്ന് പറയുന്നത്. ആ ഒരു വഴിയിലൂടെ നിങ്ങൾ പോകുന്നതായിട്ട്, പക്ഷേ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ വിട്ടതായിട്ട് കാണുന്നില്ല, പക്ഷെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടുള്ള പ്രതീക്ഷയായിട്ടാണ് കാണിച്ചു തരുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ തേർഡ് ഐ ചക്ര വന്നിട്ടുണ്ട്. ഇത് ബ്ലോക്ക് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ചക്ര ബ്ലോക്കാണ് എന്നുള്ളതാണ്. അവെയർനെസ് കുറവാണ് അവർക്ക്, ഉള്ളിൽ നിന്നും കിട്ടുന്ന ഇൻഡ്യൂഷൻസ് കുറവാണ്, അവെയർനെസ് കുറവാണ്. അതായത് ഒരു ബോധം അവർക്ക് ഉണ്ട്, അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്, അവർക്ക് ചുറ്റിനും നടക്കുന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചക്ര ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ റിയാലിറ്റി ശരിക്കും അവർക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. ഓക്കെ, അതായത് ഒരു 50% ആണ്, അവെയർനെസ് കുറവാന്ന് പറയാം. ലവ് ബിഗിനിങ് എന്ന് പറയുന്നത് നിങ്ങളിലേക്കുള്ള ഒരു വരവിനെ കുറിച്ചിട്ടാണ്. അതായത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അവരുടെ കറണ്ട് എനർജി നോക്കുമ്പം ഈ റിലേഷൻഷിപ്പിൽ ഒരു നെക്സ്റ്റ് ആക്ഷൻ അവർ പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണിത്. ഓക്കെ, അപ്പം ഈ പേഴ്സണ് അവെയർനെസ് കുറവാണ്, പക്ഷെ അവർ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്തിട്ട് ആക്ഷൻസ് എടുക്കാൻ തയ്യാറായിരിക്കണ പോലൊരു എനർജിയാണ്. പക്ഷെ എന്തെങ്കിലും നോക്കാം, നമുക്ക് സിറ്റുവേഷൻ നോക്കാം.
നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ നോക്കിയത് എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സിറ്റുവേഷൻ എന്താണ്? സോറി, ഞാൻ കാർഡ്സ് തിരിച്ചാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്കിവിടെ 3 ഓഫ് വൺസ് ആണ് ആദ്യം വന്നിട്ടുള്ളത് നിങ്ങളുടെ സിറ്റുവേഷനിൽ. സോ മൂവ് ഓൺ ആണ് കാണിച്ചു തരുന്നത്. രണ്ടുപേരും മൂവ് ഓൺ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണിത്. മേ ബി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. രണ്ടുപേർക്കും ഈ വെയിറ്റിംഗ് എനർജി ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡ് ആയിരിക്കാം. രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസ് ആണ് കാണിച്ചു തരുന്നത്. ഇത് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റാത്ത അത്രയും ദൂരത്തുള്ള ആളുകൾ എന്ന് വേണമെങ്കിൽ അർത്ഥമാക്കാം. ഏജ് ഡിഫറൻസ് ഉണ്ടാകാം. ഓക്കെ, എന്തായാലും ഒരു കമ്മിറ്റ്മെൻറ്റിനുള്ള വെയിറ്റിംഗ് ആണിത്. ഓക്കെ, പക്ഷെ രണ്ടുപേരും ഇപ്പം ഒരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. സിറ്റുവേഷൻ 7 ഓഫ് വൺസ് ആണ്. ഒരു ചാലഞ്ച് ആയിട്ടാണ് ഇവർക്ക് ഈ റിലേഷൻഷിപ്പിനെ ഫീൽ ചെയ്യുന്നത്. അതായത് ഭയങ്കരമായിട്ടും ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇവർക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റണില്ല. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരാൾ എഫേർട്ട് എടുത്തു എന്ന് കരുതിയിട്ട് ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തില്ല. രണ്ടുപേരുടെ ഭാഗത്ത് നിന്നും ഹാർഡ് വർക്ക് വേണം എന്നുള്ളതാണ്. അതാണ് ഇത് ചാലഞ്ചായിട്ട്. ഇപ്പം അവർ ക്ഷമിച്ച് വരുന്ന സമയത്ത് മേ ബി നിങ്ങൾ ക്ഷമിക്കണമെന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ക്ഷമിച്ച് പോകുന്ന സമയത്ത് അവർ ക്ഷമിക്കണമെന്നില്ല. ഓക്കെ, അപ്പം അതാണ് പറയുന്നത്. ഒരു ചാലഞ്ചായിട്ടാണ് ഇത് ഫീൽ ചെയ്യണത്. രണ്ടുപേരും രണ്ടുപേരുടെ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. മേ ബി നിങ്ങൾ ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഈഗോ കൊണ്ടായിരിക്കാം. അതായത് ഒരാൾ വിട്ടുകൊടുക്കുമ്പോൾ ഒരാൾ വിട്ടുകൊടുക്കില്ല, അല്ലെങ്കിൽ ഒരാൾ പറയണത് പോലെ ഒരാൾ പോകണം, ഒരാൾ അങ്ങനെ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് പോലെയാണ് ഇവിടെ കാണുന്നത്. ഒരാൾ ശരിയാകുമ്പോൾ ഒരാൾ ശരിയാവാത്തത് പോലെ. 4 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. മേ ബി നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻസ് ഉണ്ടാകാം, ടിൻ ഫ്ലെയിംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് സോൾ കണക്ഷൻ. നിങ്ങൾ ഒരു മുന്നോട്ട് നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആവേണ്ട വ്യക്തികളായിട്ടാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരേജ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ട് ഇപ്പം എന്തെങ്കിലും സംതിങ് ബ്ലോക്ക് വന്നിട്ട് ഇങ്ങനെ സ്റ്റോപ്പായിട്ട് നിൽക്കുന്നുണ്ടാകും, നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ബാക്ക് വലിഞ്ഞ് നിൽക്കുന്നുണ്ടാകുമായിരിക്കും ഒരാളെങ്കിലും. പക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇതൊരു മാരേജ് കാർഡാണ്. മാരേജ് പോസിബിലിറ്റിയുള്ള രണ്ടുപേരാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഈ ഒരു സെലിബ്രേഷൻ പ്രതീക്ഷിക്കാം, എൻഗേജ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അത് സിറ്റുവേഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പം നിങ്ങൾ രണ്ടുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചിലപ്പോൾ എൻഗേജ്മെൻറ്റ്, മാരേജ് പോലത്തെ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ടാവുമായിരിക്കും. അത് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമായിട്ട് കണക്കാക്കാൻ പറ്റും. ഓക്കെ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ വേറെ മാരേജ് കാര്യങ്ങൾ ഉറപ്പിച്ച് പോവുക സിറ്റുവേഷൻ കൊണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. 7 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. ഹാർഡ് വർക്കിൻ്റെ കാർഡാണ്. ഇവരുടെ എനർജിയിൽ നമ്മൾ തുടക്കം, ഇവരുടെ എനർജിയിൽ ലവ് ബിഗിനിങ് എന്നൊരു കാർഡ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അവർ ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ആ ഒരു എനർജി കാണുന്നത്. അപ്പം ഇവിടെ 7 ഓഫ് പെൻഡക്കിൾ അവസാനമായിട്ട് വരുമ്പോൾ സിറ്റുവേഷനിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു കാർഡ് കണ്ടോ, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ റിസൾട്ട് അവർക്ക് ലേറ്റ് ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങോട്ട് ക്ലിയർ ആവാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് കറക്റ്റായിട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവർ ചെയ്യുന്ന ഹാർഡ് വർക്കിന് അവർക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല. ഓക്കെ, ഇവിടെ ചാലഞ്ച് വന്നതുകൊണ്ട് തന്നെ ചാലഞ്ച് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. മേ ബി നിങ്ങളുടെ ഭാഗത്തു നിന്നും എഫേർട്ട് വേണ്ടി വരുമായിരിക്കും. ഓക്കെ, നിങ്ങളിപ്പം എൻഗേജ്മെൻറ്റ്, മാരേജ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും എഫേർട്ട് ഇവിടെ അത്യാവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയേ ഉള്ളൂ. ഒരിക്കലും സ്മൂത്ത് ആയിട്ട് പോവില്ല. റീയൂണിയനൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവസാനമായിട്ട് ഞാനിവിടെ 6 ഓഫ് പെൻഡക്കിൾ എടുത്തിട്ടുണ്ട്. ഇതൊരു ഷെയറിംഗ് കാർഡാണ്. അവർ നിങ്ങളടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഓപ്പൺ ആയിട്ട് എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീരുമാനങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് കണ്ടോ 9 ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത്. സോ അവർക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു സ്റ്റാൻഡ് എടുക്കാൻ അവർക്ക് പറ്റണില്ല. അവസാനമായിട്ട് അവർക്കൊരു ഡിസിഷൻ എടുക്കണം, പക്ഷെ ആ ഡിസിഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പം അവരുടെ സിറ്റുവേഷനിൽ ഇവിടെ
അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് ലൈഫിൽ നടക്കുന്നുണ്ട്. അപ്പം അതിന് മുൻപേ അവർക്കൊരു സ്റ്റാൻഡ് എടുക്കണം. പക്ഷെ ആ സ്റ്റാൻഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി ഉണ്ടാവണം. നിങ്ങളുടെ തീരുമാനം കൂടി അവിടെ അത്യാവശ്യമാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ പറയണം, ഷെയർ ചെയ്യണം അവർക്ക്. എന്നാൽ മാത്രമേ അതിനുള്ളൊരു ആൻസർ കിട്ടൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ളതാണ്. എന്താണ് ഈ പേഴ്സൻ്റെ ഫീലിങ്സ്? എന്താണ്? ഫോർ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. സെലിബ്രേഷൻ്റെ കാർഡാണ്. ഫീലിങ്സ് നോക്കുമ്പം അവർ നിങ്ങളുടെ കൂടെയുള്ള സെലിബ്രേഷനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് എൻഗേജ്മെൻറ്റ്, മാരേജ് പോലത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നടക്കാൻ പോകാൻ തീരുമാനമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവർ വേറെ ആളുകളുടെ കൂടെയല്ല ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ കൂടെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഡെക്ക് കാർഡ് വന്നിട്ടുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് അവർ. പഴയ കാര്യമൊക്കെ എൻഡാക്കിയിട്ട് പുതിയൊരു ബിഗിനിങ്, പുതിയൊരു ലൈഫൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് സോർട്സ് ആണ്. അവർക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബന്ധം അവർക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവുന്നുണ്ട് കേട്ടോ. അതായത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അവർ ഒരു പ്ലാൻ ചെയ്യുന്നത് പോലെയാണ്. പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. കാത്തിരിക്കുന്ന, എണ്ണി കാത്തിരിക്കുന്ന, അതായത് നല്ല ഹാപ്പി ആയിട്ടുള്ള നല്ല ദിവസങ്ങൾ വരാൻ വേണ്ടിയിട്ട് എണ്ണി കാത്തിരിക്കുന്ന ഒരാളുടെ എനർജിയാണ്. എപ്പോഴാണ് ശരിയാവുക, എപ്പോഴാണ് കാര്യങ്ങളൊക്കെ ശരിയാവുക എന്നുള്ള രീതിയിലായിരിക്കാം. 3 ഓഫ് പെൻഡക്കിളാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഗെയിൻ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണത്. 10 ഓഫ് കപ്സ് ആണ് അവസാനം വന്നിട്ടുള്ളത്. ഹാപ്പി ഫാമിലി ലൈഫാണ് ഈ കാണിച്ചു തരുന്നത്. ഒരു എംബ്രസിങ് എനർജിയാണ്, അതായത് അൺകണ്ടീഷണൽ ലവ് ആണ്. അപ്പോൾ അവരുടെ ഒരു ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട്. അതായത് ഒരു ഹാപ്പി ആയിട്ടുള്ള സ്നേഹം നിങ്ങളുടെ അടുത്ത് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അവർ ഡ്രീം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂടെയുള്ള ഒരു ഫാമിലി. ഇപ്പം ഉള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടീസ് ഉണ്ടെങ്കിൽ, തേർഡ് പാർട്ടീസ് ഉള്ളതുപോലെ കണ്ടിട്ടുണ്ടല്ലോ, അപ്പം അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരെയല്ല അവർ ആഗ്രഹിക്കുന്നത്, നിങ്ങളെയാണ് മെയിൻലി ആഗ്രഹിക്കുന്നത്. ഹാങ്ഡ് മാനാണ്, സ്റ്റെക്ക് എനർജിയാണ്. ഇത് നമ്മൾ തുടക്കെ കണ്ടല്ലോ. ഒരാൾ മാത്രം ഈ ഒരു എഫേർട്ട് എടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പം നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുണ്ട്, നിങ്ങൾ ഈ വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ഓക്കെ, അതായത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ്. നല്ല രീതിക്ക് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക. ഒരാളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. അവർ തീരുമാനം എടുത്ത് വെക്കട്ടെ അല്ലെങ്കിൽ വരട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നഷ്ടം മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്നുള്ളതാണ്. അത് ഗൈഡൻസ് ആയിട്ട് എടുക്കുക. സോ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ പേഴ്സണാണ്, നിങ്ങളുടെ എനർജിയാണ് നമ്മൾ നോക്കിയത്. അപ്പം ആൻഡ് ഫീലിങ്സ് നമ്മൾ നോക്കി, തോട്ട്സ് നോക്കി. ഇനി നമുക്ക് ഗ്രൂപ്പ് നമ്പർ 2ൻ്റെ റീഡിങ്ങിലേക്ക് പോകാൻ. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് റീഡിംഗ് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ഗ്രൂപ്പ് നമ്പർ 2ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഗ്രൂപ്പ് നമ്പർ 2 ഈ ഒരു ബോളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കളർ ബോളാണ്. സോ നിങ്ങൾക്കുള്ള റീഡിംഗ് നോക്കാം. ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ നെയിം മനസ്സിലേക്ക് നല്ല രീതിക്ക് തന്നെ കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്താണ് നിങ്ങളുടെ എനർജി ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി? നിങ്ങളുടെ എനർജിയാണ് നമ്മൾ എടുത്തത്. ഡെസ്റ്റിനി ആൻഡ് സാക്രിഫൈസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണ്? ട്രാപ്ഡ് ഇൻ ഫിയർ ആണ്. ഒരു കാർഡും കൂടി. ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ഹേർട്ട് ചക്ര വന്നിട്ടുണ്ട്. ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് വന്നിട്ടുണ്ട്. ഓക്കെ, സക്സസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജി, ഓക്കെ, നിങ്ങളുടെ എനർജി ഇവിടെ ഡെസ്റ്റിനിയും അതുപോലെ സാക്രിഫൈസും വന്നിട്ടുണ്ട്. വളരെ ലോ എനർജി ഉള്ള ആളുകളുടെ എനർജിയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അതായത് നിങ്ങളിപ്പം കടന്നു പോകുന്ന ഒരു സ്റ്റേജ് കർമ്മ ലൈഫായിട്ടാണ് കാണിച്ചു വരുന്നത്, കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ളത്. ഈ റിലേഷൻഷിപ്പ് കാരണം നിങ്ങളിപ്പം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
അത് കർമ്മ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടാകാം. അതായത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കാരണം നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ സ്റ്റക്കായി പോകുന്നു, നിങ്ങൾ ഡിപ്പെൻഡഡ് ആയിട്ട് പോകുന്നു, അങ്ങനെ നിങ്ങളുടെ എനർജി ലോസ് ആയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഡെയിലി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, പക്ഷെ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ലോസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇതൊരു കർമ്മയായിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. മേ ബി ഇത് പാസ്റ്റ് ലൈഫ് ആയിരിക്കും, പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കർമ്മയായിട്ട് വീട്ടേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്കിവിടെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നതും സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നതും കേട്ടോ. ആൻഡ് നിങ്ങളുടെ പേഴ്സണൽ എനർജി നോക്കുമ്പം അവർക്കിപ്പോൾ എല്ലാത്തിനോടും പേടിയാണ്. അവർ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എന്തിനോടും അവർക്ക് പേടിയായിട്ടിരിക്കുന്നത് പോലെയാണ് കാണുന്നത്. ലൈഫിൽ അവർക്ക് സക്സസ്സുകളാണ് കാണുന്നത്. ഇപ്പം ഇത്രയും നാളും അവർ വളരെയധികം ഫിനാൻഷ്യലി ലോസ് അനുഭവിച്ചു, അതിൻ്റെ പേരിൽ അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ്, അല്ലെങ്കിൽ അവർക്ക് സ്ട്രഗിളിങ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പം അവർ സക്സസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അതായത് ഫിനാൻഷ്യലി അവർ ഓക്കെ ആവുന്നുണ്ട്, അവർ ആഗ്രഹിച്ചതുപോലെ മെറ്റീരിയലിസ്റ്റിക്, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അവർക്ക് അങ്ങനെയുള്ള സാധനങ്ങളോട് ഭയങ്കര അട്രാക്ഷനൊക്കെ ആണെങ്കിൽ ആ ഒരു എനർജിയിലൂടെ ചേഞ്ച് വന്നിട്ടുണ്ട്. അവർക്ക് അതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക. അവരത് അത്രയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് തന്നെ അവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ അവരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് സക്സസ് ആണ്. പക്ഷെ അതായത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് സക്സസ് കിട്ടുകയാണ്. പക്ഷെ ഇവിടെ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അവർക്ക് പേടിയാണ്. അവർ കുടുങ്ങി പോകുന്നത് പോലെ ഒരു ഫീലാണ് അവർക്ക് തോന്നുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾ ടോക്സിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ടോക്സിക്കായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യണത്. നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കാം, പേഴ്സൻ്റെ സിറ്റുവേഷൻ. എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ? എന്താണ്? ടു ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കർമ്മയായിട്ട് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ ഒരു സ്റ്റേജിലൂടെ, ആ ഒരു ചക്രയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിവിടെ കൺഫർമേഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ മേ ബി ഒരു കാർമിക് കണക്ഷൻ ആയിരിക്കാം. ഓക്കെ, അതായത് കർമ്മ വീട്ടാനുള്ളതായിരിക്കാം. സോൾ കണക്ഷൻ തന്നെയാണ്, സ്നേഹമാണ്. ഒരാൾ സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ മറ്റേയാൾ അതിനെ സ്വീകരിക്കാൻ കുറച്ച് ലേറ്റായിട്ട് കുറച്ചേക്ക് സ്വീകരിക്കണുള്ളൂ. ഓക്കെ, അതാണ് നിങ്ങളായിരിക്കാം മേ ബി ഒരുപാട് സ്നേഹം അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മ്യൂച്വൽ അട്രാക്ഷൻ രണ്ടുപേർക്കും ഉണ്ട്, പിരിയാൻ പറ്റാത്തൊരു എനർജിയാണത്. സിറ്റുവേഷൻ എന്താണ്? ആ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് വളരെയധികം അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. എഗെയിൻ കൺഫർമേഷൻ, വീൽ ഓഫ് ഫോർച്യൂൺ. ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, കാർമിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിൽ എൻഡ് ആകുന്ന റിലേഷൻഷിപ്സും ഉണ്ട്. അതുപോലെ ഈ കർമ്മ നല്ല രീതിക്ക് തന്നെ തെളിഞ്ഞു കഴിയുമ്പം, കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഒന്നാകുന്ന ബന്ധങ്ങളും ഉണ്ട്. അപ്പം ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഡെസ്റ്റിനിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഗുഡ് ലക്ക്, നിങ്ങൾക്ക് സമയം അനുകൂലമാകും, പക്ഷെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരും. ആ പേഴ്സൺ ഓൾറെഡി ഇത് ഫേസ് ചെയ്തു എന്നുള്ളത് കാണുന്നുണ്ട്. ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളായിട്ടാണ് കാണുന്നത്. ടെമ്പറൻസ് വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ എനർജിയിൽ സിറ്റുവേഷൻ നോക്കുമ്പോൾ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കർമ്മ ഒരു ചക്രയിലൂടെ അവർ പോയി എന്നുള്ളതാണ്. അവർക്ക് കിട്ടേണ്ട കർമ്മയെല്ലാം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ പല പാഠങ്ങളും പഠിച്ചു. അവരിപ്പോൾ ബാലൻസ് ചെയ്യുന്നുണ്ട്, അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവ് ഇപ്പം ഉണ്ട്. ഓക്കെ, അവരെല്ലാം പഠിച്ചു എന്ന് പറയാം. 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇതൊരു സോൾ കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ. ഓക്കെ, അപ്പം ഈ ഒരു കർമ്മ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സക്സസ് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എങ്ങനെ ക്ഷമിക്കുന്നു, നിങ്ങൾ ഇതിനെ എങ്ങനെ എടുക്കുന്നു, എത്ര സിമ്പിളായിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ഈ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിക്കുന്നത്? അത് കർമ്മയാണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അതൊരു ടൈം കഴിയുമ്പോൾ അത് എൻഡായി പോകും. അപ്പം നിങ്ങളെ സിറ്റുവേഷൻ അക്സെപ്റ്റ് ആക്കണം. കാരണം ഇവിടെ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഫുൾഫിൽമെൻ്റ് ഉണ്ട്. ഇപ്പം ഈ പേഴ്സൺ എന്തായാലും ഇന്നർ ഹാപ്പിനെസ് ഉണ്ട്, പക്ഷെ അവർക്ക് പേടിയാണ്. ഇപ്പം പല ബന്ധങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ അവർക്ക് പേടിയാണ്. ബിക്കോസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും അവർ പഠിച്ച പാഠങ്ങൾ അതായിരിക്കാം. ഓക്കെ, നിങ്ങളെ വേദനിപ്പിച്ചതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർക്ക് ഇങ്ങനൊരു പേടി. ചുറ്റിനുമുള്ള ആളുകളെ അവർക്ക് പേടിയാണ്. പേജ് ഓഫ് പെൻഡക്കിളാണിത്. ഫിനാൻഷ്യലി ഒക്കെ അവർ ഭയങ്കരമായിട്ട് മോക്കി ആയിട്ടുണ്ട്. ഇപ്പം
പക്ഷേ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവർ ഓക്കെ അല്ലാത്തത്. ആൻഡ് ഇപ്പം അവർ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കണം, ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം പറയണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ അവരുടെ സിറ്റുവേഷനിൽ അവർ ഓക്കെയാണ്, ഇപ്പം ലൈഫ് അവർക്ക് ഓക്കെയാണ്, സെറ്റിൽഡ് ആണ് എന്നുള്ള രീതിയിലാണ്. ഹൈറഫൻ കാർഡാണ് ഇത്. നിങ്ങളൊരു എക്സ്ട്രാ മരിറ്റൽ റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം ഇത്. അങ്ങനെയല്ല പറയുന്നത്, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും. അപ്പം ഇവിടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് അവർ കുറച്ചും കൂടിയും ഇങ്ങനെ റിലീജിയൻ അല്ലെങ്കിൽ ഫാമിലീസിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഇമ്പോർട്ടൻസ് നോക്കുന്ന, അല്ലെങ്കിൽ ചുറ്റിനുമുള്ള ആളുകൾക്ക് കുറച്ചും കൂടി വാല്യൂ കൊടുക്കുക, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. അപ്പം അതിനനുസരിച്ച് അവർ സൈലൻ്റ് ആയിരിക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്, ബാലൻസ്ഡ് ആണ്. ഓക്കെ, അപ്പം അതൊക്കെ ആയിരിക്കും അവരുടെ പേടി. എങ്ങനെ മുന്നോട്ട് ഇപ്പം ഒരു തീരുമാനമെടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള ആളുകളുടെ തീരുമാനം കൂടി നോക്കേണ്ടി വരുമായിരിക്കും. ഓക്കെ, അതായത് നിങ്ങളുടെ ഇടയിൽ തീരുമാനങ്ങൾ പറയാൻ ആളുകൾ ഉണ്ടാവുമായിരിക്കും, ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരാൾ. ഓക്കെ, പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവനവൻ്റെ ഇമേജ് കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ. ജസ്റ്റിസ് വന്നിട്ടുണ്ട്, നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാൻ അവർ തയ്യാറാണ് സിറ്റുവേഷനിൽ. ആൻഡ് ഈ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും കോടതി കേസൊക്കെ നടക്കുന്നുണ്ടാകാം. ഓക്കെ, ഡിവോഴ്സ് പോലത്തെ കോടതി കേസ് എന്തെങ്കിലും നടക്കുന്നുണ്ടാകാം എന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കുക. ഇത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, ഇവർക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ സ്ലോ ആണ്, ആൾ വരുന്നത് സ്ലോ ആണ്. അഗെയിൻ പ്രപ്പോസൽ കാർഡാണിത്. അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണ്? നയൻ ഓഫ് കപ്സ്. ഓക്കെ, ഒരുപാട് സ്നേഹമുള്ളതായിട്ടാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഒരു അബൻഡൻസ് പോലെയാണ്, അതായത് ഒരു ഭാഗ്യം പോലെയാണ് അവർക്ക് ഈ ഒരു സ്നേഹത്തെ ഫീൽ ചെയ്യണം. മേ ബി നിങ്ങൾ കൊടുത്തിട്ടുള്ള കെയറിങ് ഓർ നിങ്ങൾ കൊടുത്തിട്ടുള്ള സപ്പോർട്ടീവ്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സ്നേഹിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അതായത് പൊസസീവ്നെസ് നിങ്ങൾക്ക് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം അഡിക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടാവാം. അതിപ്പം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം അവർ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. സ്നേഹം നിറഞ്ഞൊഴുക എന്ന് പറയും. സൺ കാർഡാണ്. ഇതൊരു സോൾ കണക്ഷൻ, ഒരു അട്രാക്ഷൻ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ലൈറ്റ് കൊണ്ടുവരണം. അത് കണ്ടോ, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലൈറ്റ്, വെളിച്ചം കൊണ്ടുവരണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരുപാട് നാളായി പ്രശ്നങ്ങൾ വന്നിട്ട് എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രസൻസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് ആണ്. എഗെയിൻ അട്രാക്ഷൻ കാണിച്ചു തരികയാണ്. നിങ്ങളുടെ അടുത്ത് നല്ലോണം അട്രാക്ഷൻ തോന്നുന്നുണ്ട്, നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ തോന്നുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ഇഷ്ടം പറയാൻ തോന്നുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് എനർജിയാണ്. ദ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് നിങ്ങളുടെ അടുത്ത് ഈ ഒരു ഫീലിങ്സ് വരുമ്പോഴും ഒരു നെഗറ്റീവ് വൈബ്രേഷൻ വരുന്നത് ഒരു കൺട്രോളിങ് ആണ്. ഓക്കെ, നമ്മൾ തുടക്കേ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അത് നിങ്ങളുടെ കൺട്രോളിങ്, നിങ്ങളുടെ പൊസസീവ്നെസ്, നിങ്ങളുടെ ആർഗ്യുമെന്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും, അതായത് അവരുടെ സിറ്റുവേഷൻ ആലോചിക്കാതെ, അല്ലെങ്കിൽ അവർ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം, പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം ഒക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് അവർക്കൊരു നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കതൊരു കൺട്രോൾ പോലെ, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെ ഫീൽ ചെയ്യുകയാണ്. അതായിരിക്കും അവർക്ക് അവിടെ ഒരു പേടി എന്ന് തോന്നുന്നത്. ഓക്കെ, എവിടെ എത്തും, അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു പേടി അവർക്ക് ഉണ്ടാവുമായിരിക്കും. 5 of Wands ആണ്. ഇതൊരു ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷനായിട്ട് വന്നതാണ്. പരസ്പരമുള്ള ആർഗ്യുമെൻറ്റ്സ് കാണിച്ചു തരുന്നതാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. 10 of Cups ആണ് അവസാനം വന്നിട്ടുള്ളത്. സോ വളരെ പോസിറ്റീവാണ്. അവരുടെ ഫീലിങ്സ് നോക്കുമ്പം നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1ലും 2ലും കിട്ടിയിട്ടുണ്ട്. ഫീലിങ്സ് നോക്കുന്ന സമയത്ത് അവർക്ക് ഹാപ്പി ലൈഫ് തന്നെയാണ്, നിങ്ങളുടെ കൂടെയുള്ള ഹാപ്പി ലൈഫ് തന്നെയാണ് അവർ ഡ്രീം ചെയ്യുന്നത്, അത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അത് വളരെയധികം ആഗ്രഹിക്കുന്നു. പക്ഷേ ഇടയിലുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പം അവരോട് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫീലിങ്സ് നോക്കുമ്പം അവർക്ക് പെയിനാണ്, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ പെയിനാണ്.
പക്ഷെ അത്രമാത്രം നിങ്ങളെ ഇഷ്ടമാണ്, നിറഞ്ഞു നിൽക്കുന്ന ഇഷ്ടമാണ്, നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്, റൊമാൻറ്റിക് എനർജി അവർക്ക് വരുന്നുണ്ട്, പക്ഷെ പേടിയാണ്. ഓക്കെ, കൺട്രോളായിട്ട് തോന്നുകയാണ് അവർക്ക്. അപ്പം കറണ്ട് ഫീലിങ്സ് ആണ് നമ്മൾ നോക്കിയത്. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ റീഡിംഗ് ഇതാണ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പൈൽസ് എവിടെ വെച്ചിട്ടാണ് തുടങ്ങുന്നത് എന്നുള്ളത് താഴെ ഡ്യൂറേഷൻ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. വേറൊരു കാര്യം, ഈ ഓഫറുള്ള ടൈമിൽ തന്നെ നിങ്ങൾ റീഡിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഒരുപാട് പേര് ഫ്രീ റീഡിങ്സിന് വേണ്ടിയിട്ടും ഓഫർ പ്രൈസിന് വേണ്ടിയിട്ടും നമ്മുടെ സാധാ റേറ്റ് പോകുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. സോ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്ലി വെച്ചിട്ട് നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, കുറഞ്ഞതായിട്ടൊക്കെ നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്നത്. പിന്നെ സൺഡേ ഞാൻ ഒരാൾക്ക് ഫ്രീ റീഡിങ് ഞാൻ കൊടുക്കാറുണ്ട്. ഈ സൺഡേ ഓൾറെഡി ഒരാളുണ്ട്, ബുക്കിംഗ് ആണ്. നെക്സ്റ്റ് സൺഡേ രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഈ ഒരു 1 അവറിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നത് ആരാണെങ്കിലും, ഓക്കെ, നെക്സ്റ്റ് സൺഡേ ആണ്, ഈ വരുന്ന സൺഡേ അല്ല, നെക്സ്റ്റ് സൺഡേ ആണ്, രാവിലെ 9 മണി ടു 10 മണി വരെ ആരാണോ മെസ്സേജ് അയക്കുന്നത്, ആരാണെങ്കിലും എത്ര പേരാണെങ്കിലും അവർക്ക് ഞാൻ ഫ്രീ റീഡിങ് കൊടുക്കുന്നതാണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ.